അത്തരം തന്നെ ഞാൻ ആവർത്തിക്കണോ അല്ലേ? അരുണേ, ഞാൻ ഒന്നും ചെയ്യില്ല. പേടിയുണ്ടെങ്കി നമ്മുടെ മീറ്റിംഗ് പുറത്തു വെച്ചാവാം. പേടിയൊന്നുമില്ല. പക്ഷെ ഞാൻ മീരെ കാണാൻ വരുന്നത് എല്ലാവരെയും അറിയിച്ചിട്ടാവും. ഓക്കെ, അഗ്രീഡ്. അപ്പൊ നാളെ തന്നെ, നാളെ വൈകിട്ട്. ശരി. മീര, എന്താ പെട്ടെന്നിങ്ങനെ തോന്നാൻ? ഇവിടെ നിന്ന് പോയാ എവിടെയായിരിക്കും മീര? ബാംഗ്ലൂരോ? അതെവിടെയെങ്കിലും ആയിക്കോട്ടെ. ഞാൻ എവിടെ ജീവിക്കുന്നു അതല്ലല്ലോ നമുക്കിടയിലെ പ്രശ്നം, ആണോ? നിന്നോട് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടില്ലേ, ദൈവം എന്നോട് കരുണ കാണിച്ചു. നഷ്ടങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും വലിയൊരു ലാഭം അതെനിക്കുണ്ടാക്കി തന്നു പടച്ച തമ്പുരാൻ. ആ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല. ഞാനേ ഒരു ബോട്ടിൽ തണുത്ത വെള്ളം എടുക്കാം. കുറച്ചു കഴിയുമ്പോ നിനക്ക് തന്നെ തോന്നും കുടിക്കണോന്ന്. നിന്റെ അച്ഛനൊരു ലോറി ഡ്രൈവർ ആയിരുന്നു അല്ലേ? അതെ. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫ്. അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ മക്കൾ എത്ര പേരാ? മക്കള് എനിക്കൊരു അനിയനുണ്ട്. വേറാരുമില്ല? ഇല്ല. ദാറ്റ്സ് ഗുഡ്. അപ്പൊ സീമ അതാരാ? പറടി, ആരാ സീമ? ഇനിയൊന്നും ഒളിക്കണ്ട. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. സീമയും അരുണയും ഒരേ മുഖഭാവമുള്ള ഇരട്ടകൾ. പക്ഷെ സ്വഭാവം തീർത്തും വ്യത്യസ്തം. ഒന്ന് കോൾഡ് ആണെങ്കിൽ മറ്റേത് ഹോട്ട്, തണുപ്പും ചൂടും. അരുണ, അതായത് നീ ആദർശത്തിന്റെയും കരുണയുടെയും ആൾരൂപം. സീമ മോഹന്റെ ഭാര്യ. അവള് കരുത്തിന്റെയും ബുദ്ധിയുടെയും പ്രതിരൂപം. മുഴുവൻ ആളുകളെയും പറ്റിച്ചു ഒരുപാട് കാലം. ഇക്കാലത്തിനിടയ്ക്ക് നേടിയത് കോടികൾ. കോടീശ്വരനായ JPN. എന്നെങ്കിലും ഒരിക്കൽ ഈ രഹസ്യം ആരെങ്കിലും ഒരാൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കാതെ ഇതുവരെ പരസ്പരം വെച്ചുമാറുകയായിരുന്നു സ്വന്തം വ്യക്തിത്വങ്ങളെ. അരുണ തോൽക്കുന്നിടത്ത് സീമ. കളി നല്ല രസത്തിൽ മുറുകിക്കൊണ്ടിരുന്നു അല്ലേടി? ഇനി അത് നടക്കില്ല. നിങ്ങൾ ഒന്നല്ല രണ്ടാന്നുള്ള സത്യം വിളിച്ചു പറയും ഞാൻ. അതോടെ തീരും നീ ഇപ്പൊ അനുഭവിക്കുന്ന സകല സൗഭാഗ്യങ്ങളും.
എന്നെ തോൽപ്പിച്ചില്ലേ നിങ്ങളെല്ലാരും കൂടി? ഒന്നല്ല, പല പ്രാവശ്യം. ഇനി ഒരു സഹതാപവും നീ അർഹിക്കുന്നില്ല. ഒരുങ്ങിക്കോ ഇതിന്റെ പേരിലുള്ള സകല പ്രശ്നങ്ങളെ നേരിടാൻ. മീര, നീ എന്റെ ജീവിതം തകർക്കരുത്. പറ, എന്ത് പ്രത്യുപകാരമാ പകരം ഞാൻ ചെയ്യേണ്ടത്? എന്തും ചെയ്യും. ചെയ്യാം ചെയ്യാം. എങ്കി എനിക്കൊന്ന് തരാന്ന് പറഞ്ഞ 1 കോടി വേണം. പണം മറ്റാരും അറിയാതെ നീ എനിക്ക് കൊണ്ടുതരണം. തന്നാ ഈ രഹസ്യം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കും, പുറത്താരും അറിയില്ല. അതല്ല, തരാനല്ല പദ്ധതിയെങ്കിൽ ഞാനിത് പറയും. ഇതറിയരുതെന്ന് നീ ആഗ്രഹിക്കുന്ന സകലരോടും. ഇപ്പൊ തന്നെ ഒരു തീരുമാനം പറയണ്ട. നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചാ മതി. പക്ഷെ മറുപടി നോ എന്നാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ സംഭവിക്കാൻ പോകുന്ന കാര്യം. പൊയ്ക്കോ, ചെന്ന് ആലോചിക്ക്, എന്നിട്ട് എന്നെ വിളിക്കും.